ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സഹോദരിക്ക് വേണ്ടിയാണ് ചോദ്യം. അവളുടെ വിവാഹം കഴിഞ്ഞു, അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ അടുത്ത് ആണ് ഭർത്താവ് മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് പിടിക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവർ എന്നോട് ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വിവാഹമോചനം ആവശ്യപ്പെടണോ, അതല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞുകൂടുകയാണോ വേണ്ടത്? പീസ് റേഡിയോയിൽ ചോദിച്ചു ഉത്തരം പറയാമെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. മറുപടി പ്രതീക്ഷിക്കുന്നു. എന്താ പറയുക, ലഹരി എന്നുള്ളത് പരിഹരിക്കാതെ അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഇവർക്കൊരു ദാമ്പത്യം സാധ്യമാകും തോന്നണില്ല. കാരണം ലഹരി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, സമൂഹത്തെ എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഈ വ്യക്തിക്ക് തന്നെ അയാളുടെ സ്വസ്ഥമായ ഒരു ജീവിതം എന്താവില്ല, ലഹരിയോടൊപ്പം സാധ്യമാവില്ല. പിന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട പണം അയാൾക്ക് ഒരിക്കലും സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല. പിന്നെ ശാരീരികമായി തന്നെ അയാൾ തകർന്നു പോകും. പിന്നെ ഈ ഭാര്യയ്ക്ക് വരുന്ന ഉപദ്രവങ്ങൾ, കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിർദ്ദേശിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നാലും ലഹരി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്നതിന് നമുക്ക് 100 കണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും വിവാഹം കഴിഞ്ഞു, ഇവരുടെ നിക്കാഹിലാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ലഹരി പൂർണ്ണമായും അവസാനിച്ച് നിങ്ങളൊരു ശരിയായ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അതിന് ഉള്ള ശ്രമങ്ങൾക്ക് തയ്യാറാവണം എന്ന് പറയാം. അത് തയ്യാറാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള ചികിത്സകളും കാര്യങ്ങളും നടക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ കൂടെ ജീവിക്കുക. പിന്നെയും ലഹരി കാണുകയാണെങ്കിൽ അപ്പോൾ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇനി അതല്ല, തയ്യാറാവണില്ല എന്നുണ്ടെങ്കിൽ ന്യായമായ ഒരു കാരണം ഉണ്ടല്ലോ. എന്ത്, ഒരു ലഹരി ഉണ്ടെന്ന് ഉറപ്പുള്ള തെളിയിക്കപ്പെട്ട ഒരാൾ ആ ലഹരിയിൽ നിന്ന് മുക്തനാവാൻ അയാൾ തയ്യാറാവാത്തത് കൊണ്ട് അയാളെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് തകരാറില്ല. അപ്പോൾ അവിടെ ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ് വരുന്നത്, അയാൾക്കാണ് വരുന്നത്. അപ്പോൾ അയാൾ തയ്യാറാവുകയാണെങ്കിൽ അയാളെ ചികിത്സകൾക്ക് വിധേയമാക്കി അയാളെ കൂടെ ജീവിക്കാം. പിന്നെ എപ്പോഴാണോ വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, വേണ്ടെന്ന് വെക്കാം. അതല്ല, അയാൾ തയ്യാറാവുന്നില്ലെങ്കിൽ എന്താണ്, തയ്യാറാവുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. പലപ്പോഴും സ്ത്രീകൾ എന്താണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയില്ല, അവരങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക ചെയ്യുക. പറഞ്ഞ സ്ഥിതിക്കും അറിഞ്ഞ സ്ഥിതിക്കും എന്താണ്, ഒരു പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകലിനായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത്.